Hi, I am Rohit Zeus, Managing Director of Alpha Academy and Genius Integrated School, Alapura. 2024 NDA നടത്തുന്ന നീറ്റ് എക്സാമിനേഷന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ബട്ട് ഇതുവരെയും അഡ്മിഷൻ പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. കാരണം ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഈ സമൂഹം മുഴുവൻ അറിയാം. കാരണം പിടിപ്പ് കേടിന്റെ പരീക്ഷ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിളിക്കാം. അടുത്ത വർഷം 2025 ഈ NDA നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ, പരിഷ്കരിക്കാൻ NDA അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്നു, സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്നുള്ള പുതിയ ന്യൂസ് ആണ് വരുന്നത്. നമുക്കറിയാം NDA തന്നെ നടത്തുന്ന JEE എക്സാമിനേഷൻസ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. വർഷത്തിൽ തന്നെ 2 പ്രാവശ്യം പരീക്ഷയുണ്ട്. ഈ 2 പരീക്ഷയിൽ ഏത് ഫേസ് എക്സാമിനേഷൻ ആണോ കൂടുതൽ മാർക്ക് ഒരു കാൻഡിഡേറ്റ് സ്കോർ ചെയ്തത് അതാണ് റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കാനും നന്നായി പഠിച്ചു തീർക്കാനും ഒരു ചാൻസിൽ, നമുക്കറിയാം 1 വർഷം 2 വർഷം ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ പരീക്ഷ എഴുതുന്ന ദിവസം ഒരു ചെറിയ അസുഖം വന്നാൽ മതി അന്നത്തെ പരീക്ഷയിൽ മാർക്കുകൾ കുറയാൻ. അപ്പൊ 2 അവസരം ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് തീർച്ചയായും നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്യാനും നമുക്കുണ്ടാകുന്ന മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ പോലും കറക്റ്റ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്താനും ഒക്കെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന ഒരു പുതിയ തുടക്കം കേന്ദ്ര ഗവൺമെന്റ് NDAയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ 2025 നീറ്റ് എക്സാമിനേഷൻ ഓൺലൈൻ ആയിരിക്കുമെന്നും ആ ഓൺലൈൻ എക്സാമിനേഷൻ തന്നെ 2 പ്രാവശ്യം JEE എക്സാമിനേഷൻസ് ഒക്കെ നടക്കുന്നത് പോലെ 2 പ്രാവശ്യം ഉണ്ടായിരിക്കുമെന്നും ആ 2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുന്നത് NDAയുടെ നീറ്റ് എക്സാമിനേഷന്റെ റാങ്കിംഗ് ആയി മാറട്ടെ എന്നും തീർച്ചയായും ആൽഫ അക്കാഡമി ആഗ്രഹിക്കുകയാണ്. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായ ഒരു ന്യൂസ് ആണ് ഇത് എന്ന് പറയുന്നത്. നമുക്കറിയാം, നാം ഒരു കരിയറിലേക്ക്, ഒരു പ്രൊഫഷനിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രാധാന്യമുള്ള മെഡിക്കൽ സെക്ടറിലെ പരീക്ഷയാണ് നീറ്റ് എക്സാമിനേഷൻ. അതിനെ ഒരു സ്ട്രെസ്ഫുൾ എക്സാമിനേഷൻ ആക്കിയല്ല നാം കാണേണ്ടതും നിലനിർത്തേണ്ടതും. വിദ്യാർത്ഥികൾക്ക് ഈസിയായി പഠിക്കാനും ഈസിയായി അപ്രോച്ച് ചെയ്യാനും ഏറ്റവും ഈസിയായി റാങ്കുകളിലേക്ക് എത്താനും അവർക്ക് ടെൻഷൻ ഫ്രീ ആയി പരീക്ഷകളെ അഭിമുഖീകരിക്കാനുമുള്ള സാധ്യതകളാണ് നമ്മുടെ ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടൊരു ഇനിഷ്യേറ്റീവ് ഈ വർഷത്തെ പ്രതിസന്ധികളിൽ ഉടലെടുക്കുന്നു, ഉരുത്തിരിയുന്നു എന്ന് കേൾക്കുന്നത് തീർച്ചയായും അഭിമാനമുണ്ട്. തീർച്ചയായും ഇത് നടപ്പിലാകട്ടെ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു തീരുമാനം 2025 വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും തീർച്ചയായും ഒരു ഉപയോഗപ്രദമായ ഒരു ന്യൂസായി വരട്ടെ, തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ഇതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഈ നീറ്റ് എക്സാമിനേഷന് പഠിക്കേണ്ടത് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും 11th-ലെയും 12th-ലെയും പോർഷൻസ് ആണ്. ഇത് നന്നായി പഠിച്ചു തീർക്കാൻ, നന്നായി വീണ്ടും ഒന്നുകൂടെ ഒരുങ്ങി പരീക്ഷയ്ക്ക് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. ഇതേപോലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാൻ, ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്താൻ ആൽഫ അക്കാഡമിയുടെ പാർട്ടായി നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഏറ്റവും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷ്.